മുൻപൊരു പ്രളയം കേരളം കണ്ടതാണ്. അതിൻ്റെ നടുക്കം മാറാത്ത ഒരു കേരളത്തിന് പ്രളയസമാനമായ ഒരു അനുഭവത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയത്. മനുഷ്യരൊക്കെ വല്ലാണ്ട് ഭയന്ന് വിറച്ചു. കേരളം വീണ്ടും പഴയതുപോലെ ഒരു പ്രളയസമാനമായി എത്തിച്ചേരുമോയെന്നും ഭയപ്പെട്ടു പോയി. അത്രത്തോളം ഭീതിജനകമായിരുന്നു കഴിഞ്ഞ നാളുകൾ. ഈ നാളുകൾക്കിടയിൽ പൊലിഞ്ഞുപോയ അനേകം ജീവനുകൾക്കിടയിൽ അനുസ്മരിക്കപ്പെടുന്നൊരു ജീവിതമുണ്ട്. അത് കണ്ണൂരിലെ സ്വിമ്മിംഗ് ഇൻസ്പെക്ടറായ രാജേഷിൻ്റെ മരണമാണ്. ഓഗസ്റ്റ് 1 തീയതി കരിയാങ്കോട് പുഴയിൽ അയാൾ 61 വയസ്സുള്ള ഒരു മനുഷ്യൻ രക്ഷിക്കാൻ വേണ്ടി അയാളെ സ്വിമ്മിംഗ് സൂട്ട് ഊരിക്കൊടുത്തു. വല്ലാത്ത ഒഴുക്കിനിടയിലാണ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ അയാൾ മറന്നുപോയി തൻ്റെ സ്വിമ്മിംഗ് സൂട്ട് മറ്റൊരാൾക്ക് ഊരിക്കൊടുത്തിട്ട് അയാളെ രക്ഷിച്ചത്. ആ ഒഴുക്കിൽ അയാൾ എവിടെ ഒലിച്ചുപോയി. പിന്നീട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡി കിട്ടിയത്. ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പിന്നീട് കേരളം ഒത്തിരി ചർച്ച ചെയ്തു. പാതി വഴിയിൽ പൂർത്തിയാകാത്ത ഒരു വീടിൽ മക്കളുടെ പ്രതീക്ഷയ്ക്ക് വേണ്ടി രാത്രിയും പകലെന്നില്ലാതെ അധ്വാനിച്ച ഒരപ്പൻ്റെ ജീവനാണ് കടന്നു പോയത്. ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ച ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉള്ളിൽ സൂക്ഷിച്ച ഒരപ്പനാണ്, ഒരു ഭർത്താവാണ്. എന്നിട്ടും അയാൾ ഏതോ ഒരു സമയത്ത് തൻ്റെ സ്വപ്നങ്ങളെയും ഇഷ്ടങ്ങളെയൊക്കെ മാറ്റിവെച്ചു. തൻ്റെ മുമ്പിലിരുന്ന ഓരോ ജീവനെയും അയാളുടെ ജീവനേക്കാളും വലുതായി കണ്ടു. അതിൽ സംഭവിച്ചത് എന്താണ്? അയാളുടെ ജീവൻ ഈ ഭൂമിയിൽ നിന്നും പൊലിഞ്ഞുപോയി. ഏറെ ആദരവോടെ ബഹുമാനത്തോടെ ഓർക്കേണ്ട ശ്രേഷ്ഠമായൊരു ജീവിതം. ഇന്നത്തെ ഗോസ്പല് ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത്. ആരൊക്കെയാണോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നത് അവരൊക്കെ ക്രിസ്തുവിനെ കണ്ടെത്തും അവരുടെ ജീവിതത്തിൽ. സ്വന്തം സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും മാറ്റിവെച്ച് തൻ്റെ മുമ്പിൽ അറിയപ്പെടാത്ത ഒരാൾക്ക് വേണ്ടി ഒരാൾ ജീവൻ നഷ്ടപ്പെടുത്തി എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ എത്ര വ്യക്തമാണ്. ഇപ്പോഴും ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ സുഗതം നൽകുന്ന ചില മനുഷ്യരൊക്കെ ഉണ്ട്. തൻ്റെ ജീവനായും ഇഷ്ടങ്ങളെ സ്വപ്നങ്ങളായി ഒന്നും പരിഗണിക്കാതെ മറ്റുള്ളവരുടെ ജീവന് വേണ്ടി സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തിയും മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വപ്നങ്ങൾ തച്ചുടച്ച് കളയുകയും ചെയ്യുന്ന ചില മനുഷ്യർ. ഇനി അധിക ദൂരം ഒന്നും സഞ്ചരിക്കേണ്ട, വെറുതെ ഒരു വീടിനകത്ത് നോക്കിയേ. നമ്മുടെ വീട്ടിൽ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തിയ അമ്മയും രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുന്ന അപ്പനും, ഒരു ദേവാലയത്തിൽ സ്വന്തം ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളൊക്കെ ബലി കഴിപ്പിച്ച് സ്വന്തം ജീവിതത്തിനെ ബലിയാക്കി മാറ്റിയ പുരോഹിതനും, സമർപ്പിത ജീവിതത്തിൽ ഒരു പ്രതീക്ഷകളും കൂടാതെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിത്തീരുന്ന ഒരു സന്യസ്തയുമൊക്കെ ഇങ്ങനെ സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തിയവരാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കുറേ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഈ ഭൂമി ഏറ്റവും വിശുദ്ധിയോടെ നിലനിൽക്കുന്നത്. അങ്ങനെയൊന്നും ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകില്ലാതെ പോകില്ലല്ലോ. ഈ ഭൂമിയിൽ വിശുദ്ധരായ മനുഷ്യരും ക്രിസ്തുവിൻ്റെ സുഗന്ധം പരത്ത മനുഷ്യരും ഇല്ലാണ്ടാകില്ലല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.